സൗമ്യശീലനും സ്നേഹസമ്പന്നനുമായ നേതാവിനെയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തോടെ കോൺഗ്രസിന് നഷ്ടമായതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം.പി. ലാഭേച്ഛയില്ലാതെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഓരോ പൊതുപ്രവർത്തകനും പിന്തുടരാൻ കഴിയുന്ന മാതൃകയാണ്. ആരോടും പരിഭവവും പരാതിയുമില്ലാത്ത അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ കൈമുതൽ ലാളിത്യമായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നികത്താൻ കഴിയാത്ത നഷ്ടമാണെന്നും സുധാകരൻ അനുശോചിച്ചു. സ്നേഹസമ്പന്നനുമായ ഒരു മഹാനായ നേതാവിനായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണം കോൺഗ്രസിന്റെ ഒരു തീരാ നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. ഞാൻ നേരിൽ കണ്ട കാലഘട്ടം തൊട്ട് ഇത്രയും സൗമ്യതയുടെ പ്രതീകം എന്ന് പറയാവുന്ന ഇത്രയും ന്യായയുക്തമായ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരുകയും ഉയരുകയും ചെയ്ത ഒരു നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ണൂരിൽ ഞാൻ നിരാഹാര സത്യാഗ്രഹം ചെയ്തപ്പോൾ അന്നത്തെ KPCC അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹം കണ്ണൂരിൽ കാണാൻ വന്നിരുന്നു. എത്ര മണിക്കൂറാണ് അദ്ദേഹം ഇരുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വന്നിട്ട് പോയത് തിരിച്ച് രാത്രിയാണ് എന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ സ്നേഹസമ്പന്നത അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് തുളുമ്പുന്നത് അനുഭവിക്കാൻ യോഗം കിട്ടിയ ഒരുപാട് ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്. അവർക്കാർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമായി, അവർക്കാർക്കും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു ഓർമ്മയായി, ഒരു മനുഷ്യനായി ശ്രീ ബാലകൃഷ്ണപിള്ള എല്ലാവരുടെ മനസ്സിലും ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നായകനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കറിയാൻ ഞാൻ അടുത്ത് കണ്ടിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള സ്നേഹവും വാത്സല്യവും കൂറും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കും മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ട്രെയിലർ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. പിടിക്കടാ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോർന്ന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.